ബിസ്മില്ലാഹ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ഏർവാടി പാപ്പ ഇപ്പോൾ കായൽപട്ടണത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ നിന്നും ഇനി തഞ്ചാവൂർ വഴി നാഗൂരിലേക്കൊന്ന് വരുന്ന ഓരോ രംഗങ്ങളാണ് ഇനി പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ അത് നമുക്ക് വിശദമായിട്ട് പറയാവുന്നതാണ്. അങ്ങനെ കായൽപട്ടണം വഴി തൃഷ്ണാപള്ളിയിൽ എത്തിച്ചേരുകയും അവിടെ ഇന്നും നമുക്ക് പോയാൽ തബലെ ആലം നെത്തേർ വലിയുള്ളായി തങ്ങൾ പാപ്പയുടെ മക്കാമ് ഇന്നും സന്ദർശിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. വലിയ മഹാനാണ്. അപ്പം ആ മക്കാമിൻ്റെ തൊട്ടു മുമ്പിൽ തന്നെ ഒരു ചതുരത്തിൽ ഒരു കില്ല കെട്ടിയിട്ടുണ്ട്. നാഗൂരത്തെ കില്ല എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. നാഗൂർ ഉപ്പാപ്പ അവിടെ വന്ന് റിയാദ വീട്ടാനിരുന്ന സ്ഥലമാണ് ആ കില്ല ഇന്നും അറിയപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് ആ ചരിത്രം ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല. അത് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചരിത്രം വേറെ റൂട്ടിലേക്ക് പോകും. അത് ഞാൻ ഇതിൻ്റെ ശേഷം നാഗൂരത്തെ ചരിത്രത്തിന് ശേഷം ഞാൻ പറഞ്ഞില്ല, കുറേ ചരിത്രങ്ങൾ ഇതിനെ തുടർന്ന് പറയാനുണ്ട്. അത് ഞാൻ പറഞ്ഞു തരണ്ട്. ഈ വേളയിൽ ഞാനത് പറയാനുണ്ടായ കാരണം അവിടെയും ഉപ്പാപ്പയുടെ യാത്രയിൽ എല്ലാ വശങ്ങളും ടച്ച് ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുവാൻ വേണ്ടി ഇവിടെ വെച്ചതാണ്. അവിടെ നിന്നും തഞ്ചാവൂരിലേക്ക് യാത്രയാവുകയും തഞ്ചാവൂരിൻ്റെ തൊട്ടടുത്താണ് ഈ നാഗൂർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ താമസമാക്കുവാൻ ഉദ്ദേശിച്ച് നാഗൂർ എന്ന സ്ഥലത്ത് താമസമാക്കുകയുമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഉപ്പാപ്പ ഇന്ന് കാണുന്ന നാഗൂരിലെത്തിയ വളരെ സംഭവബഹുലമായ ഒരു ചരിത്രം. അതായത് നേരെ കായൽപട്ടണം വഴി വന്നു, അവിടെ നിന്ന് തഞ്ചാവൂരിൽ നിന്നും ഇവിടെ വരികയാണ് ഉണ്ടായത്. പ്രസിദ്ധമായ തഞ്ചാവൂർ തലസ്ഥാനമാക്കിക്കൊണ്ട് ചോയ സാമ്രാജ്യം എന്ന ഒരു സാമ്രാജ്യം തന്നെ രൂപീകരിച്ച് നായക രാജാക്കന്മാർ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അന്ന് ഉണ്ടായിരുന്നത്. അതിപുരാണമായ മന്ത്രവാദികളും ഈ ഷിഹ്റുകളും മറ്റൊക്കെ ചെയ്യുന്ന ആളുകളും കൂടുതലുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു ഈ തഞ്ചാവൂരിൻ്റെ ഈ ഏരിയ. നമ്മൾ ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഷിഹ്റുമാരനും ആഭിചാരക്രിയകളൊക്കെ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആര് വരുന്നത്, നാഗൂർ ഷാഹുൽ ഹമീദ് തങ്ങൾ പാപ്പയുടെ ജനനം എന്ന് തുടക്കത്തിൽ ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. വലിയ മാരകമായ ഒരു മാരണത്തിലൂടെ അവിടുത്തെ രാജാവിൻ്റെ കൈകാലുകളെല്ലാം ബന്ധിപ്പിച്ച് ചലനമില്ലാത്ത കോലത്തിൽ സ്തംഭിതനായിട്ട് കിടക്കുകയാണ് അച്യുതപ്പ നായകൻ എന്ന് പറയുന്ന അവിടുത്തെ രാജാവ്. കിടപ്പിലാണ്, വലിയ രോഗത്തിലാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുപാട് കൊട്ടാര വൈദ്യന്മാരും പല നാടുകളിൽ നിന്നും വരുന്ന വൈദ്യന്മാരും പല രാജ്യത്തിലുള്ള പല വൈദ്യന്മാരും വന്ന് ചികിത്സിച്ചിട്ടും യാതൊരു ഫലവുമില്ലാതെ ഒരു തീവ്ര അവസ്ഥയിൽ കിടക്കുന്ന രാജാവാണ് ഈ നായകപ്പ രാജാവ്. കിടത്തത്തിന് കാരണം മാരകമായ ഒരു മാരണം ചെയ്ത് നിർത്തിയതാണ് എന്ന് അവർക്ക് തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആ ഇടക്കാണ് ഇങ്ങനെ ഒരു മഹാൻ നാഗൂരിൽ വന്നിട്ടുണ്ട്, തഞ്ചാവൂർ നമ്മളെ ഭരണകേന്ദ്രത്തിൽ ഒരു വലിയ മഹാൻ വന്നിട്ടുണ്ട് എന്നുള്ള ആ മഹിമ അവരറിയുന്നത്. തഞ്ചാവൂർ രാജാവിൻ്റെ മന്ത്രി പത്നിയുടെ സമീപത്തെത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നമ്മുടെ പ്രിയതമനായ മഹാരാജാവിൻ്റെ രോഗം സുഖപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു മഹാദിവ്യൻ നമ്മുടെ രാജ്യത്തെത്തിയിട്ടുണ്ട്. വർഷങ്ങളായി ലോകം ചുറ്റി നടക്കുകയായിരുന്ന ഈ ദിവ്യൻ ഇപ്പോൾ ഇതാ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുന്നു. ഈ വിവരം രാജാവിൻ്റെ ചെവിട്ടിലും എത്തുകയാണ്. റാണി മന്ത്രിയോട് പറഞ്ഞു, ഇനി താമസിക്കരുത്, അതിനുള്ള വേണ്ട എല്ലാ സന്നാഹങ്ങളും ഒരുക്കി അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുക. കൊട്ടാരത്തിൽ നിന്നും 2 മൈൽ അകലെയായി ഷാഹുൽ ഹമീദ് തങ്ങളുപ്പാപ്പയും ശിഷ്യന്മാരും താവളമടിച്ചിരിക്കുന്ന വിവരം മന്ത്രി മുഖേന അറിയുവാൻ ഇടയായി. മന്ത്രിയും കൊട്ടാരത്തിലെ മറ്റു പ്രധാന ശിഷ്യന്മാരും കൊട്ടാരത്തിലെ ചില ആളുകളും എല്ലാവരും കൂടി ഉപ്പാപ്പയുടെ സന്നിധിയിലേക്ക് പുറപ്പെട്ടു. മന്ത്രിയുടെയും സംഘത്തിൻ്റെയും ആഗമന ഉദ്ദേശം മുൻകൂട്ടി അറിയാവുന്ന ഷാഹുൽ ഹമീദ് തങ്ങളുപ്പാപ്പ മന്ത്രിയെ നോക്കി പുഞ്ചിരിച്ച് ഇപ്രകാരം ചോദിച്ചു: രാജാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിദയനീയവും ഭീകരവുമാണ്. രാജകൊട്ടാരത്തിൻ്റെ മുകളിൽ പാറിപ്പറന്ന് നടക്കുന്ന പ്രാവുകൾക്കിടയിൽ നിന്നും ഒരു പ്രാവ് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവ് മരണപ്പെടുമ്പോൾ നിങ്ങളുടെ രാജാവും മരണപ്പെടും. അതിനു മുമ്പ് രാജാവ് രക്ഷപ്പെടണമെന്നുണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ രാജാവിനെയും ആ പ്രാവിനെയും ഉടൻ എൻ്റെ മുന്നിൽ എത്തിക്കുക. കേൾക്കേണ്ട താമസം. അവർ രാജാവിനെയും പ്രാവിനെയും ഷാഹുൽ ഹമീദ് തങ്ങളുപ്പാപ്പ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലെത്തിക്കുകയാണ്. ഉപ്പാപ്പയുടെ സന്നിധിയിലെത്തിച്ച പ്രാവിനെയും രാജാവിനെയും നോക്കിക്കൊണ്ട് പ്രാവിനെ ഇങ്ങ് കയ്യിലെടുത്തുകൊണ്ട് ഉപ്പാപ്പ അതിൻ്റെ ചിറകിൻ്റെ അടിയിൽ നിന്നും ശരീരത്തിലേക്ക് കുത്തിയിറക്കിയ ദുർമന്ത്രവാദി എന്തൊക്കെയോ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ചെറിയ ചെറിയ ഇരുമ്പിൻ്റെ ആണികൾ അതിൻ്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കിയിരിക്കുന്നു. ഓരോ ആണി ഊരുമ്പോഴും രാജാവിൻ്റെ ശത്രുക്കൾ ദുർമന്ത്രവാദികളെ കൊണ്ട് ചെയ്തു വെച്ച മാരകമായ ആണിയുടെ
ആ തോതിനനുസരിച്ച് രാജാവും അതുപോലെ തന്നെ പ്രാവും വേദന കൊണ്ട് പിടയുകയാണ്. ഓരോ സൂചി എടുക്കുമ്പോഴും ആ വേദന മറ്റുള്ളവർ ഇങ്ങനെ കാണുകയാണ്, അവരനുഭവിക്കുന്ന രംഗം. എല്ലാ ആണികളും എടുത്ത് കളഞ്ഞ ശേഷം രാജാവിൻ്റെ ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ രാജാവിൻ്റെ ശരീരം മെല്ലെ ഇളകിക്കൊണ്ടേയിരിക്കുന്നത് അവിടുത്തെ ആളുകൾ കാണുകയാണ്. ഉടൻ തന്നെ തങ്ങളുപ്പാപ്പ കുറച്ച് വെള്ളമെടുക്കുവാൻ പറയുകയും അതിൽ മന്ത്രിച്ചൂതുകയും രാജാവിൻ്റെ ശരീരത്തിൽ തളിക്കുകയും രാജാവിനെ കുടിപ്പിക്കുകയും ചെയ്തപ്പോൾ രാജാവിൻ്റെ എല്ലാ രോഗങ്ങളും മാറി പഴയതിലും കൂടുതൽ ആരോഗ്യവാനായിക്കൊണ്ട് രാജാവ് എണീച്ചിരിക്കുകയാണ്. രോഗം പൂർണ്ണമായും മാറിയത് കണ്ട രാജകൊട്ടാരത്തിൽ നിന്ന് വന്നവരും മറ്റു കൊട്ടാരം വൈദ്യന്മാരും രാജാവിൻ്റെ പത്നിയും രാജാവടക്കം എല്ലാവരും അന്തം വിട്ടു നിൽക്കുകയാണ്. എന്താണ് ഈ സംഭവിക്കുന്നത്? ആ ഇടക്കാണ് രാജാവിനൊരു ബുദ്ധി തോന്നുന്നത്. ഇതിന് ഹദിയയായി എന്തെങ്കിലും കൊടുക്കണം. ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പിച്ച് മരണശയ്യയിൽ കിടന്നിരുന്ന രാജാവിൻ്റെ കുടുംബത്തിൻ്റെയും സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. രാജാവ് ഷാഹുൽ ഹമീദ് തങ്ങൾ പാപ്പയോട് പറഞ്ഞു, എൻ്റെ ഈ ജന്മത്തിൽ താങ്കളെപ്പോലെ ഒരു മഹാനായ മനുഷ്യനെ ഞാൻ ദർശിച്ചിട്ടില്ല. ഏറ്റവും വലിയ സൗഭാഗ്യവാൻ, വല്ലാത്ത ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. മഹാനവറുകളെ ഞാൻ ആദ്യമായി കാണുകയാണ്. ഈ മഹാകർമ്മത്തിന് ഒരു ചെറിയ പ്രത്യുപകാരം ഞാൻ നൽകാൻ ഉദ്ദേശിച്ച് ഇറങ്ങിയതാണ്. പ്രസ്തുത തീരുമാനം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു വൈത്തിരിവായി തന്നെ ഞാൻ കാണുന്നു. ഏകദേശം എൻ്റെ ഭരണശിരാ കേന്ദ്രമായ എൻ്റെ രാജ്യത്തു നിന്നും 3000 ഏക്കർ സ്ഥലം ഞാൻ ഒരു കല്ല് വെച്ച് അടയാളപ്പെടുത്തി ചെമ്പ് പട്ടയത്തിലെഴുതി രാജാവ് നേരെ ഷാഹുൽ ഹമീദ് തങ്ങളുപ്പാപ്പയെ ഏൽപ്പിക്കുകയാണ്. രാജാവിൻ്റെയും രാജപത്നിയുടെയും കൊട്ടാര പ്രധാനികളുടെയും നിരന്തര അഭ്യർത്ഥന കാരണം ഷെയ്ഖ് ഷാഹുൽ ഹമീദ് തങ്ങളുപ്പാപ്പ നന്ദിപൂർവ്വം അതിനെ സ്വീകരിക്കുകയും ഇന്ന് കാണുന്ന നാഗൂർ ദർഗാ ഷെരീഫ് നിലകൊള്ളുന്ന സ്ഥലങ്ങളും പരിസരങ്ങളുമെല്ലാം ഷെയ്ഖ് ഷാഹുൽ ഹമീദ് തങ്ങളുപ്പാപ്പ തങ്ങൾക്ക് അച്യുതപ്പ നായകൻ രാജാവ് സമ്മാനമായി നൽകിയതാണ്. അച്യുതപ്പ നായകൻ എന്നറിയപ്പെടുന്ന രാജാവാണ് ഈ സ്ഥലം കൊടുത്തത് എന്ന് ഇന്നും അവിടെ അതിൻ്റെ ആധാരം എന്തിനുണ്ട്? ചെമ്പ് തകിടിലായിട്ട് എഴുതി വെച്ചത് അവിടെയുണ്ട്. നമ്മൾ 3000 ഏക്കർ പറമ്പ് പറഞ്ഞാൽ കുറച്ചൊന്നല്ല ഉള്ളത്. ഏകദേശം നാഗൂരിൻ്റെ പരിസരമൊക്കെ ഏകദേശം നാഗൂർ മക്കാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വഖഫിൻ്റെ ഭൂമി തന്നെയാണ്. അള്ളാഹുവിൻ്റെ മഹനീയമായ അനുഗ്രഹത്താൽ ഷെയ്ഖ് ഷാഹുൽ ഹമീദ് തങ്ങളുപ്പാപ്പയും സംഘവും നാഗൂർ നിവാസികളായി തന്നെ മാറി. കാരണം ഉമ്മയും ഉപ്പയും അവിടെ മരണപ്പെട്ടിട്ടുണ്ട് മാണിക്കശ്ശൂരിൽ. പിന്നെ അള്ളാഹുവിൻ്റെ അജയ്യമായ കലാഹ് നാഗൂരിലാണ് അവർ നിൽക്കേണ്ടതെന്ന് മുൻകൂട്ടി റബ്ബിൻ്റെ തീരുമാനമാണ്. അതാണ് ഏർവാടിയിലും നാഗൂരും അജ്മീറൊക്കെ നമ്മൾ കാണുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ഈ മഹാന്മാരെ ഈ സ്ഥലത്ത് കൊണ്ട് നിർത്തിയത്. അതിലൊന്നും നമുക്ക് വേറൊരു അഭിപ്രായങ്ങൾ വേണ്ട. നാഗൂരിലെ ഇസ്ലാമിൻ്റെ നവോത്ഥാനത്തിനും വലിയ ഉണർവാണ് തങ്ങളിൽ നിന്നും ഉണ്ടായത്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും പള്ളികളും അവിടെ സ്ഥാപിക്കുകയും അതുവഴി ഇസ്ലാമിക തീരത്തേക്ക് ആളുകൾ ഒഴുകി വരികയും അങ്ങനെ വലിയ ഒരു വിപ്ലവം തന്നെ നാഗൂരിലും നാഗൂരിൻ്റെ പരിസരത്തും സൃഷ്ടിക്കുകയാണ്. നാഗൂരുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നാഗൂരിൽ വന്നതിന് ശേഷം നാഗൂരിലെ ചങ്ങലയും അതുപോലെ തന്നെ കൊമ്പുള്ള തേങ്ങയുടെ ചരിത്രമൊക്കെ നമ്മൾ പലപ്പോഴും പല വീഡിയോസിലും കേൾക്കുന്നത് കൊണ്ട് തന്നെ ഒരു സമയം നിങ്ങളത് നഷ്ടപ്പെടുത്തുന്നില്ല, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഏതായാലും ഷെയ്ഖ് അവറുകളുടെ വഫാത്തിൻ്റെ സമയങ്ങളും ആ നിമിഷങ്ങളുമാണ് ഇനി നാം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പല ഭാഗങ്ങളും അടർന്നു പോയത് നമുക്ക് പറയണം, അത് തുടർന്ന് നമുക്ക് പറയാം. ഇൻഷാ അല്ലാ നമ്മൾ കേട്ടതും പറഞ്ഞതുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്നൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എൻ്റെയും കുടുംബത്തിൻ്റെയും ഓർമ്മ നിങ്ങളിൽ ഉണ്ടാകും എന്നുള്ള ഉദ്ദേശത്തിൽ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം.